മനോജ് ഡ്രീം വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സാധാരണക്കാർക്കും നിക്ഷേപിക്കാവുന്ന ഏറ്റവും എളുപ്പ മാർഗമാണ് സ്വർണം എന്ന് പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ സ്വർണം ക്യാഷാക്കി മാറ്റിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് അതിൽ വേറെ അപ്പം വലിയ നഷ്ടം സംഭവിക്കാനൊന്നും ഇല്ലാത്തൊരു ഉൽപ്പന്നം കൂടിയാണ് സ്വർണം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഓർണമെൻറ്റ്സ് സ്വർണ്ണ ആഭരണങ്ങളായിട്ട് നമുക്ക് നിക്ഷേപിക്കാം, ഇല്ലെങ്കിൽ കോയിൻസ് ഗോൾഡിൻ്റെ കോയിൻസ് ആയിട്ട് നമുക്ക് നിക്ഷേപം നടത്താൻ പറ്റും. അപ്പം ദിവസവേതനക്കാരായിക്കോട്ടെ, സാധാരണക്കാരായ ദിവസവേതനക്കാരായിക്കോട്ടെ, അവർക്ക് കിട്ടുന്ന ഡെയിലി വേജസ് ഉണ്ടാവും. ആ വേജസ് നിശ്ചിത ഒരു സംഖ്യ, ചെറിയൊരു സംഖ്യ മാറ്റി വെച്ചിട്ട് നമുക്ക് മാസം ലാസ്റ്റ്, അതായത് മന്ത് എൻഡ് വന്നിട്ട് നമ്മുടെ കയ്യിൽ എത്ര തുകയുണ്ടോ ആ തുകയ്ക്കുള്ള ഗോൾഡ് നമ്മൾ മേടിച്ച് വയ്ക്കുക. അതായത് ഇപ്പോൾ 1 ഗ്രാം ആണെങ്കിൽ 1 ഗ്രാം, അല്ലെങ്കിൽ 2 ഗ്രാം ആണെങ്കിൽ 2 ഗ്രാം, നിങ്ങളുടെ ലാസ്റ്റ് എത്ര മെച്ചം കിട്ടുന്ന ആ തുകയ്ക്കുള്ള ഗോൾഡ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് ആഭരണമായിട്ട് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും, അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് കോയിൻസ് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് കോയിൻസ് ആകുമ്പോൾ അത് എടുത്ത് വെക്കാനേ സാധിക്കുള്ളൂ. ആഭരണങ്ങളാകുമ്പോൾ നമുക്കത് ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് അത് പണയം വയ്ക്കുകയോ ഇല്ലെങ്കിൽ വിൽക്കുകയോ അങ്ങനെയുള്ള സാഹചര്യം അങ്ങനെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ കഴിയും. അതേ സമയത്ത് നമ്മളിപ്പോൾ ഒരു ഓർണമെന്റ്സ്, ഇപ്പം നമ്മൾ വീട്ടിലിപ്പോൾ നമുക്ക് ചെറിയ പെൺകുട്ടികളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ദിവസവും സ്വരൂപിച്ച് വെക്കുന്ന പൈസ കൊണ്ട് നമ്മളിപ്പോൾ 1 ഗ്രാമോ അല്ലെങ്കിൽ 2 ഗ്രാമിൻ്റെ ഒരു കമ്മലൊക്കെ മേടിച്ചിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങളുടെ മക്കൾക്കൊന്ന് കൊടുത്തു നോക്കൂ. അതിലും വലിയൊരു സന്തോഷം അവർക്ക് അവരുടെ ജീവിതത്തിൽ കിട്ടാനുണ്ടാകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാരാണ്. അപ്പം നമുക്ക് സാധാരണക്കാർക്ക് കുറേ കാര്യങ്ങൾ മേടിക്കുന്നതിനും അതുപോലെ തന്നെ ഉപയോഗിക്കുന്നൊക്കെ ഒരു പരിധിയുണ്ട്. പരിധി എന്ന് പറഞ്ഞാൽ നമുക്ക് വരുമാനം അത്രയേ ഉള്ളൂ. അപ്പോൾ ആ വരുമാനത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. സ്വർണത്തിൻ്റെ ഒരു ആഭരണം മേടിച്ചിട്ട് ആ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിലും വലിയ സന്തോഷം നിങ്ങൾക്ക് പിന്നെ കിട്ടാണ്ടായില്ല, ആ കുട്ടികൾക്കും കിട്ടാണ്ടായില്ല. ആ കുട്ടികൾക്ക് പറഞ്ഞാൽ അത്രയേറെ അവരതിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അവർക്കത് ഒരു എന്താ പറയുക, ഒരു സമ്മാനമാണ്. അപ്പോൾ ആ ഒരു സമ്മാനം കിട്ടുമ്പോൾ അതിൻ്റേതായിട്ടൊരു സന്തോഷവും കാര്യങ്ങളും ആ കുട്ടികൾക്ക് ഉണ്ടാകും. അതേപോലെ തന്നെ നിങ്ങൾ മേടിച്ചു കൊടുക്കുന്ന സമയത്ത് അവരുടെ സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്കും അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാകും. അങ്ങനെ നമുക്ക് ഈ ആഭരണങ്ങൾ, അതായത് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് നമുക്കത് പണയം വയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിൽക്കുകയോ, റെഡി ടു ക്യാഷ് ആയതുകൊണ്ട് വലിയ നഷ്ടമില്ലാതെ നമുക്ക് ക്യാഷാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും സാധാരണക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ആഭരണങ്ങളിൽ തന്നെയാണ്. പിന്നെ ആഭരണങ്ങളിൽ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എടുക്കുന്ന സമയത്ത് പണിക്കൂലി വരും. പണിക്കൂലി എന്ന് പറഞ്ഞു വെച്ചാൽ ഓരോ ആഭരണത്തിനും ഓരോ രീതിയിലാണ്. അപ്പോൾ ചിലപ്പോൾ ചില ആഭരണങ്ങൾക്ക് ചിലപ്പോൾ 7% മേക്കിംഗ് ചാർജ്, പ്ലസ് ഇതിൽ വന്നിട്ട് GST കൂടി വരും, ടാക്സും കൂടി വരും. 3.25 ആയിരിക്കും ടാക്സ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഗോൾഡിന്റെ മേക്കിംഗ് ചാർജും കൊടുക്കണം, പ്ലസ് 3%. അപ്പൊ ഏകദേശം 10% വരും. ഓരോ സ്വർണത്തിനും ഓരോ രീതിയിലാണ്. ചിലത് 7% ആയിരിക്കും, ചിലത് 10% ആയിരിക്കും, ചിലത് 15% ആയിരിക്കും. അങ്ങനെയാണ് ഓർണമെന്റ്സിൽ അങ്ങനെ മേക്കിംഗ് ചാർജ് കൂടി വരും. അതേ സ്ഥാനത്ത് നമുക്ക് കോയിൻസിൽ പോകുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 1 ഗ്രാമിലോ ചിലപ്പോൾ കിട്ടണമെന്നില്ല, ചിലപ്പോൾ 2 ഗ്രാം ഇല്ലെങ്കിൽ 4 ഗ്രാം അങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ കണക്ക്. പക്ഷെ അങ്ങനെ കോയിൻസ് എടുക്കുമ്പോൾ നമുക്ക് മേക്കിംഗ് ചാർജ് കാര്യമായിട്ട് ഉണ്ടാകില്ല. അതിൽ ഈ കോയിൻസിൽ പ്രിന്റ് ചെയ്യുന്ന ചെറിയൊരു ചാർജ് ഉണ്ട്. ചിലപ്പോൾ ഒരു 300 രൂപയോ അല്ലെങ്കിൽ ഒരു 500 രൂപയോ അത്രയും വരാൻ സാധ്യതയുള്ളൂ. പ്രിന്റിങ് ചാർജ്, അതായത് നമ്മൾ ഈ കോയിൻസിൽ പ്രിന്റ് ചെയ്യും, അത് BIS ഹോൾമാർക്ക് ചെയ്യുന്ന സമയത്ത് അതിനൊരു ചാർജ് വരും. അത്രയേ വരുള്ളൂ. അത് 300 അല്ലെങ്കിൽ 500 രൂപ വരാനേ സാധ്യതയുള്ളൂ. അപ്പൊ നമുക്ക് ഈ കോയിൻസ് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നീട് ഇപ്പൊ മക്കളുടെ കല്യാണമൊക്കെ വരുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ വർഷവും നമുക്ക് ഓരോ പവൻ എടുത്ത് വെക്കാൻ കഴിയുമെങ്കിൽ തന്നെ ഓരോ പവന്റെ കോയിൻസ് എടുത്ത് വെച്ചെങ്കിൽ ഒരു 10 വർഷം 10 കോയിൻസ്, അപ്പൊ 10 പവനായി. അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികളുടെ മക്കളുടെ അല്ലെങ്കിൽ വിവാഹം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ കോയിൻസ് ആഭരണങ്ങളാക്കിയിട്ട് ഒരു ബൾക്കായിട്ടുള്ള തുക പിന്നീട് നമുക്ക് കണ്ടെത്തേണ്ടി വരില്ല. കാരണം ഓരോ വർഷം അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ കോയിൻസ് സ്വരൂപിച്ച് വെക്കുകയാണെങ്കിൽ മേക്കിംഗ് ചാർജും കാര്യമായിട്ട് വരില്ല. അതേപോലെ തന്നെ നമ്മൾ പണിയുന്ന, അതായത് സ്വർണ്ണ ആഭരണം ആക്കുന്ന സമയത്ത് മേക്കിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് വലിയൊരു ഭീമമായിട്ടുള്ള തുക അപ്പോൾ 10 വർഷമൊക്കെ കഴിയുമ്പോൾ കണ്ടെത്തേണ്ട ആവശ്യം വരില്ല. ആഭരണത്തിന്റെ മേക്കിംഗ് ചാർജ് മാത്രം കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ഇതേപോലെ
ഓർണമെന്റ്സ് കോയിൻസ് നമ്മൾ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നീട് ഭാവിയിൽ എന്ത് ആവശ്യം വരുന്ന സമയത്തും അത് നമ്മൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ സാമ്പത്തിക ആവശ്യമാണെങ്കിൽ ശരി, ഇനി മക്കളുടെ വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ എന്താ പറയുക അളവിലുള്ള സ്വർണ്ണ 1/4 പവൻ, 1/2 പവൻ, 1 പവൻ അങ്ങനെയൊക്കെ നമ്മുടെ എത്രയാണ് നമ്മളുടെ ഒരു മാസത്തിൽ മിച്ചം വരുന്നത് അല്ലെങ്കിൽ ഒരു വർഷത്തിൽ നമ്മുടെ കയ്യിൽ എത്ര രൂപയാണ് സേവിങ്സ് ഉണ്ടാകുന്നത്, ആ തുകയ്ക്കുള്ള ഗോൾഡ് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നല്ല രീതിയിൽ മക്കളുടെ വിവാഹം കഴിച്ചു കൊടുക്കാനും ഇല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഈ ഗോൾഡ് നമുക്ക് പണയം വെക്കുക അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റാനും കഴിയും. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.